بنسي شخط رمضان تلك ويسا. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിൽ നമ്മളെ കയ്യിലുള്ളത് മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹകരിച്ചും മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ എല്ലാവരും സമന്മാരാണ് എന്ന് കരുതി എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റമദാൻ ടെലിക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റു റമദാനിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാ വിളിക്കുന്നത്? ഹന്ന. ഹന്ന. ഹന്ന എവിടുന്നാ വിളിക്കുന്നത്? കടവനാട്. കടവനാടുന്നോ? അപ്പൊ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഇതുപോലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇത് സമ്മാനം നേടാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുണ്ടോ? എവിടുന്ന്? ഇവിടുന്ന് അതെ. എന്നാ പിന്നെ ഉത്തരം പറയാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ അല്ലേ? ചോദിക്കട്ടെ. നോമ്പ് നിർബന്ധമാക്കിയ കാര്യം പറയുന്നുണ്ട് ഖുർആനിലല്ലേ? ഏത് സൂറത്തിലാണ്? അല്ല അല്ല ഏത് സൂറത്തിലാണെന്ന് പറയും. അതറിയില്ല? ഹലോ ഹലോ, ഏത് സൂറത്തിലാണെന്ന് അറിയോ മോൾക്ക്? ബക്കറയിലാണ്. പക്ഷെ ചോദ്യം അതല്ല കേട്ടോ. ബക്കറയിലെ എത്രാമത്തെ ആയത്താണെന്നാണ് ചോദ്യം. ബക്കറയിലാണ് നോമ്പിനെ നിർബന്ധാക്കിക്കൊണ്ട് പറയുന്നത്. അതിൽ എത്രാമത്തെ ആയത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. 184, 184, 84. ഓക്കെ. 183, 187. ശരിയാണോ? ശരിയാണ്. അപ്പൊ ശരിയാണ് ഉത്തരം. ശരിയാണെങ്കിൽ ശരിയാണ്. ശരിയാണെങ്കിൽ ശരിയാണ്. ഉറപ്പാ? സംശയമൊന്നുമില്ലല്ലോ? ഉറപ്പാണല്ലോ അല്ലേ? അപ്പൊ ചോദിക്കട്ടെ. അടുത്ത ചോദ്യം. ഹലോ, വേറെ ആരോ അവിടെ സംസാരിക്കുന്നുണ്ടോ? ഉണ്ണിയാണ് അല്ലേ? ഉണ്ണി ഉത്തരം പറയാൻ സഹായിക്കുവോ? സഹായിക്കില്ല. എന്തുപറ്റി? എന്തേ പറ്റി? സഹായിക്കില്ല? ചെറുതാണല്ലേ? ഉണ്ണിയുടെ പേരെന്താ? ന്യൂഹ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ആരാണെന്ന് കേട്ടാ? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തി. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓക്കെ, ശരിയാണ് ഉത്തരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശരിയായ പേരാണോ അത്? അല്ല അല്ലേ? അബൂ ഹുറൈറക്ക് ആ പേര് വരാൻ കാരണം എന്താന്നറിയോ? ആ പേരിന്റെ അർത്ഥം എന്താ അറിയോ? എന്താണ്? പൂച്ചക്കുട്ടീനെ കൊണ്ട് നടക്കുമായിരുന്നു എന്നാ? അങ്ങനെയുണ്ടോ? പൂച്ചക്കുട്ടിയുടെ കൊണ്ടു നടക്കണോണ്ടല്ല, ഒരുപാട് പൂച്ചകളെ ഇഷ്ടാണ്. അതുകൊണ്ട് പൂച്ചകളുടെ ഉപ്പ എന്നാണ് പേര്. അതാ അങ്ങനെയാണ് ആ പേര് വന്നത് അല്ലെ? അബു പറഞ്ഞാൽ ഉപ്പയാണല്ലോ അല്ലെ? ഹിറത്തും പൂച്ച, ഹുറൈറ അല്ലെ? പൂച്ചകളുടെ ഉപ്പ അല്ലെ? അങ്ങനെയാണ് ആ പേര് വന്നത്. അപ്പോ
കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്നാ ഓപ്ഷൻ ഇല്ലാത്ത 5 സെക്കൻഡ് മാത്രം സമയമുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അല്ലേ? റെഡിയാണോ? ചോദിക്കട്ടെ. ധിക്കാരിയായ ജാലൂത്തിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിന് കാതകനെ പറയുന്നുണ്ട് ഖുർആനില് അല്ലേ? അതിന്റെ കാതകൻ ആരാണ്? കാതകൻ ആരാണെന്നറിയല്ലോ? ഖുർആനില് പറയുന്നുണ്ട് അതിന്റെ കാതകൻ ആരാണെന്നുള്ളത്. 5 സെക്കൻഡ് സമയേ ഉള്ളൂ, വേഗം പറയണം. മിനിറ്റ് ഇല്ലല്ലോ മോളെ, സെക്കൻഡ് സമയല്ലേ ഉള്ളൂ. ദാവൂദ് നബി അലഹിസലാമാണ് അല്ലെ? അപ്പൊ ഉത്തരം ശരിയായിട്ടുണ്ട്. ബെൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു ഉഗ്രൻ സമ്മാനം മോൾക്കുണ്ട്. എന്താ പേര് പറഞ്ഞ? ഹന്ന. ഹന്നക്ക് സമ്മാനം ഉണ്ട് ട്ടാ. പക്ഷെ സമയം കുറച്ച് അധിക സമയം എടുത്തോന്നൊരു സംശയം ഉണ്ട്. ഉണ്ടോ? എന്നാലും സമ്മാനായിട്ട് പോകാലോ അല്ലെ? ഒരു തവണ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞത്? അപ്പൊ രണ്ടാമത്തെ തവണയും സമ്മാനം വാങ്ങിച്ചു പോവുകയാണ് അല്ലേ? ഓക്കെ, ശരി ട്ടാ, വീണ്ടും വിളിക്കാം. بنسي شخط رمضان تلك ويسا. അസ്സലാമലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമദാനിലേക്ക് സ്വാഗതം. ഓക്കെ, ആരെ വിളിക്കുന്നത്? ഇർഫാൻ. എവിടെന്നാ? പള്ളപ്പുറം. എന്താ ചെയ്യുന്നത്? പ്ലസ് ടു. എവിടെ? തൃക്കാവില്. എന്താണ്, സയൻസോ? ഹ്യൂമാനിറ്റീസ്. ഓക്കെ. ഈ പ്രോഗ്രാമിന്റെ റൂൾസ് അറിയില്ലേ? അറിയില്ല. 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. വേഗം ഉത്തരം പറയണം. 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. 5 സെക്കൻഡ് സമയം. ചോദിക്കട്ടെ? ഓക്കെ, റെഡി അല്ലേ? എന്തൊരു ക്ഷീണുണ്ടോ? ക്ഷീണുണ്ടോ? നോമ്പ് നോറ്റിട്ടാണോ? ചോദിക്കല്ലേ? ആദ്യത്തെ ചോദ്യം ചോദിക്കണ്ട. ഖുർആനിൽ എത്ര സ്ത്രീകളെയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഖുർആനില് എത്ര സ്ത്രീകളെ പരാമർശിച്ചിട്ടുണ്ട്? ഖുർആനില് എത്ര സ്ത്രീകളെ? ഓപ്ഷൻ പറയാം. 4, 3, 5. ഹലോ, വേഗം പറയണം, ഓപ്ഷൻ ഉള്ളതല്ലേ. ഹലോ, 4. ആരാ അവിടുന്ന് ഉത്തരത്തിന് സഹായിക്കുന്നത്? ഇല്ലല്ലേ? കേട്ട പോലെ തോന്നി ആദ്യം 4 എന്ന് പറയുന്നതേ. ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതാ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ് ട്ടാ. 4 ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. റെഡി അല്ലേ? ഈസാ നബിനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു ശിഷ്യന്മാർക്ക് പറയുന്ന പേരുണ്ട്, ഖുർആനിൽ ഒരു പേര് പറയുന്നുണ്ട്. ഈസാ നബിയുടെ ശിഷ്യന്മാർക്ക് ഖുർആനിലൊരു പേര് പറയുന്നുണ്ട്. ഏതാണെന്ന് അറിയോ? അൻസാറുകൾ, ഹവാരിയുകൾ, മുഹാജിറുകൾ. ഹവാരിയുൽ. ഓക്കെ, ഉത്തരം ശരിയാണ് ട്ടാ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓപ്ഷൻ ഇല്ല, 5 സെക്കൻഡ് സമയം ട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യമായി പറഞ്ഞതാരാ? ഒരു നബിയാണ്. 5 സെക്കൻഡ് സമയമേ ഉള്ളൂ.
സുലൈമാൻ നബി. സുലൈമാൻ നബി. ഓക്കെ, ഉത്തരം ശരിയാണ്. ആ ബെൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു ഉഗ്രൻ സമ്മാനം ഉണ്ട്. ആ നിങ്ങൾ സമ്മാനത്തിന് അർഹരായിരിക്കുന്നു. ആ ഓക്കെ, താങ്ക് യു വീണ്ടും വിളിക്കാം കേട്ടോ. ശരി താങ്ക് യു. ശരി ശരി. بنسي شخت رمضان تلك ويسا അസ്സലാമലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്ർ റമദാനിലേക്ക് സ്വാഗതം. ആ ആരാ വിളിക്കുന്നത്? ഞാൻ ആയിഷ. ആയിഷ. ആയിഷ എവിടെ നിന്നാ? ഞാൻ ഇവിടെ ബിയത്തല്ലേ വീട്. ബിയത്തിലോ? ഉം. അതെ. എന്താ ചെയ്യുന്നത് ആയിഷ? ഞാൻ പഠിക്കാണ്. ഏത് ക്ലാസ്സില്? ഞാന് 5ാം ക്ലാസ് പഠിക്ക. 5ാം ക്ലാസ്സിൽ തന്നെയാണോ? സൗണ്ട് കേൾക്കുമ്പോ വലിയൊരാളെ സൗണ്ട് ആണല്ലോ. അതെല്ലാരും പറയും. അതെ. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഇവിടെ പൊന്നാനിന്ന്. പൊന്നാനിയിലെ സ്കൂളിന്റെ പേര്? ാണ് പഠിക്കണേ. ഹലോ ഹലോ. ഹലോ, ഏവിയിലാണ് പഠിക്കണത്. എവിയിലല്ലേ? ആ ചോദ്യം ചോദിക്കട്ടെ? ആ. എത്ര ചോദ്യം ഉണ്ടാവുമെന്നൊക്കെ അറിയോ? അയ്യോ, എനിക്കറിയില്ല. അറിയില്ല അല്ലേ? ഇതിലേക്ക് മുന്നേ വിളിച്ചിട്ടില്ല? വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടാറില്ല. കിട്ടാറില്ല അല്ലേ? ആ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ആ. അവസാനത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവുകയില്ല. 5 സെക്കൻഡ് സമയം ഉണ്ടാവുകയുള്ളൂ. ആ ആ. ചോദിക്കട്ടെ? ആയിക്കോട്ടെ, എളുപ്പമുള്ള ചോദിക്കണ. എളുപ്പമുള്ളതിനെ ചോദിക്കുള്ളൂ. ആ ആ ആ. ലുക്മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഖുറാനിലൊക്കെ പറയുന്ന ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകൻക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? സൂറത്തുൽ ലുക്മാനില് അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അദ്ദേഹത്തിനെ എത്ര തവണ ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട്? എത്ര തവണ ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട്? ഓപ്ഷൻ പറയട്ടെ? തരുമോ? തരാലോ. 4, 3, 2. എത്ര തവണ ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നല്ലേ? ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? 2, 3, 4. 4. തെറ്റിപ്പോയല്ലോ മോളെ. ഉത്തരം 2 തവണ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അടുത്ത തവണ വിളിക്കുമ്പോ നമുക്ക് ഉത്തരം ശരിയാക്കി സമ്മാനം നേടി പോവാട്ടോ. ഓക്കെ, ശരി. بنسي شخت رمضان تلك ويسا അസ്സലാമലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ. ഹലോ, കേൾക്കാല്ലേ? കേക്കാ. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്ർ റമദാനിലേക്ക് സ്വാഗതം. ഓക്കേ. ആരാ വിളിക്കുന്നത്? ഫാത്തിമ. ഫാത്തിമ എവിടെ നിന്നാ? ഞാനിപ്പോ പൊന്നാനിയാ. അതെ. പൊന്നാനിയിൽ എവിടെ? പൊന്നാനിയില് അടുത്ത അങ്ങോട്ടന്നെ. ഞാനിവിടെ എന്റെ അമ്മമ്മേന്റെ മൂത്തുമ്മേന്റെ അടുത്ത് വന്നയാ. അമ്മമ്മന്ന മുത്തുമ്മാനെ വിളിക്കാറുള്ളത്? എല്ലാ മൂത്തുമ്മാന്റെ അടുത്ത് വന്നയാ. അതെ. അല്ല, ആദ്യം അമ്മമ്മന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയതായിരിക്കാം അല്ലേ? മൂത്തുമ്മാനെ അമ്മമ്മന്ന വിളിക്കാറ്. ഞങ്ങളെ നാട്ടിലൊക്കെ മുത്തുമ്മാനെ വിളിക്കാറിട്ടാ. നമ്മള് മൂത്തുമ്മാനെ വിളിക്കുക. അത് വായിന്ന് വന്നു പോയതാ. അമ്മമ്മന്നല്ലേ? കണ്ണൂരാ. അപ്പൊ ഞാനിവിടെ വന്നയാ. ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയാം മോൾക്ക് എന്തായാലും? ഇല്ല. ഇല്ല അല്ലേ? 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 3 എത്ര? 3 ചോദ്യങ്ങള്. ഓക്കെ. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവുകയില്ല. 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ചോദിക്കാം ആദ്യത്തെ ചോദ്യം അല്ലേ?
ഓക്കെ. ഖുർആനൊക്കെ പാരായണം ചെയ്യാറുണ്ടോ? ഖുറാന് ആ ഉണ്ടോ? ആ ആ, ഒരു ഹത്തുമൊക്കെ തീർത്തോ? ഓ ഒരു ഹലോ ഹത്തുമൊക്കെ തീർക്കല് കഴിഞ്ഞോ? ആ തീർത്തോ? ഓ എവിടെ വരെ എത്തി? ഏത് സൂറത്തെത്തി? ഹലോ, ഏത് സൂറത്തെത്തി? ഹലോ, പോയോ? സൂറത്തിന് പേരില്ലേ? ഫാത്തിമയുടെ കോള് കട്ടായി പോയി തോന്നുന്നുണ്ട്. അതോ ഖുർആൻ നോക്കാൻ പോയോന്നറിയില്ല. എന്തായാലും ഇനി വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കോൾ ആരാന്ന് നോക്കാം. بنسي شخط رمضان تلك ويسا. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമദാനിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് പേര്? ജന്നത്ത് മറിയം. ജന്നത്ത് മറിയം. എവിടെന്നാ വിളിക്കുന്നത്? MLA റോഡ്. MLA റോഡ്. കൊറേ പേര് MLA റോഡ്, പള്ളപ്പുറം, കടവനാടൊക്കെയാണല്ലോ വെളിയിലെ. ആരൊക്കെയുണ്ട് വീട്ടില്? ഉമ്മ, ഉമ്മ, ആ, ഉണ്ണിയത്. ഉണ്ണിയോള് അല്ലേ? ജന്നത്ത് മറിയത്തിന് നോമ്പുണ്ടോ? അതെ. ചോദ്യം ചോദിക്കട്ടെ? ഇതിനു മുമ്പ് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക വനിത. ഒരു വനിതയുടെ പേര് ഖുർആനിൽ പറയുന്നുണ്ട്. ഏതാണ് ആ വനിത? ഖുർആനിലെ പരാമർശിക്കപ്പെട്ട, ഖുർആനിലെ ഒരു വനിതയുടെ പേര് പറയുന്നുണ്ട്. ഒരു വനിതയുടെ പേര്, ആകെ ആ വനിതയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ആരാണ്? ഓപ്ഷൻ: മറിയം, ആസിയ, ഖദീജ. മറിയം ബീവി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഖുർആൻ ക്രോഡീകരിക്കാൻ കാരണമായൊരു യുദ്ധമുണ്ട്. ഇപ്പൊ യുദ്ധങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? ആ, അപ്പൊ ഖുർആന് ഇങ്ങനെ നമ്മളെ ഗ്രന്ഥരൂപത്തിലാക്കി ക്രോഡീകരിക്കാൻ കാരണമായൊരു യുദ്ധമുണ്ട്. ആദ്യം ഇവര് മരത്തിമ്മലും പാറക്കെട്ടുമ്മലും ഒക്കെ എഴുതി വെച്ചിരുന്ന പറഞ്ഞ കല്ലിന്റെ മുകളിലൊക്കെ അല്ലെ? അതെ, ഇതൊരു ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥരൂപത്തിലാക്കാന് കാരണമായൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരെന്താണെന്നാ ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, പറയട്ടെ? ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, യമാമ യുദ്ധം. യമാമ യുദ്ധം, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം. ആണോ? അറിയില്ല. ശരിയാണോ? ശരിയാണ്. ഉറപ്പാണോ? എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. ഉണ്ടോ? ഉറപ്പാ? ഉറപ്പിക്കാല്ലേ? എന്നാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോ റമദാനിലൊക്കെ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന സമയല്ലേ എല്ലാവരും അല്ലേ? എത്ര ജുസുവൊക്കെ ഓതി കഴിഞ്ഞു? എത്ര ജുസു ഓതി കഴിഞ്ഞു? 30 ജുസു ഓതി കഴിഞ്ഞു. എത്ര വേഗം? അല്ലേ? ഓതുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആ പാരായണം ചെയ്യുന്നത് ആരുടെ ഖിറാഅത്ത് അനുസരിച്ചാണ്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? അതിൽ ആരുടെ ഖിറാഅത്ത് അനുസരിച്ച് നമ്മൾ കേരളീയര് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെ ഖിറാഅത്ത് അനുസരിച്ചാണ്? അനുസരിച്ചാണ് നമ്മൾ കേരളീയര് കേട്ടോ. 5 സെക്കൻഡ് ഉള്ളൂ. ഉത്തരം അല്ലല്ലോ. സമയം കഴിഞ്ഞല്ലോ, സമയം കഴിഞ്ഞല്ലോ. 10 സെക്കൻഡ് കഴിഞ്ഞല്ലോ. ഞാൻ 5 സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ മുഹമ്മദിന് ഉത്തരം തെറ്റിയും പറഞ്ഞു.
ഇനി അടുത്ത തവണ നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ബെൻസി ഹോസ്പിറ്റലിൽ നൽകുന്ന ഉഗ്ര സമ്മാനവും കൊണ്ട് പോകാം. ഓക്കെ ഓക്കെ. بنسي شخط ورمضان تلكويسة. അങ്ങനെ ഇന്ന് നല്ല രസകരമായ കുറെ കോളുകളുമായി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമ. بنسي شخط ورمضان تلكويسة.